ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം ഒളിവിൽ പോയ സിദ്ദിഖിനെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പേരിന് ചില പരിശോധനകൾ മാത്രം നടത്തി പോലീസ് ഒളിച്ചു കളിക്കുകയാണ്. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയുള്ള പ്രഹസനത്തിൽ മാത്രം ഒതുങ്ങുകയാണ് പോലീസ് നടപടി. എന്നാൽ സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലിന് തീരുമാനം എതിരായാൽ കീഴടങ്ങാനാണ് സിദ്ദിഖിന്റെ നീക്കം. നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ചലച്ചിത്ര മേഖലയിലെ സംഘടനകളായ AMMയും WCCയും തമ്മിൽ നടക്കുന്ന പോരാണ് തനിക്കെതിരായ കേസെന്നാണ് സിദ്ദിഖിന്റെ വാദം. B. ബാലഗോപാലും R. അനന്തകൃഷ്ണനും S. രാഗനും ഒക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ ശങ്കറുമുണ്ട്. ഒപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. ആദ്യം ബാലഗോപാലിലേക്ക്. ബാലുചേട്ട, ഇന്നാണല്ലോ ഹർജി പരിഗണിക്കുക. അത് തള്ളാനുള്ള സാധ്യതകളാണ് ഉള്ളത് എന്നൊരു ചോദ്യം, തള്ളുമോ ഇല്ലയോ എന്ന ചോദ്യം ഉയരുന്നത് ശരിയാണോ? മോത്തി, ഇന്ന് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. കാരണം ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ, അതായത് ഈ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കീഴടങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല. ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദിയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്ന 62ാമത്തെ കേസാണ് ഈ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ. ഏതാണ്ട് ഉച്ചയോടുകൂടി ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി വരും എന്നാണ് കരുതപ്പെടുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇതിന്മേൽ ഒരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. ഈ രണ്ട് വിഭാഗങ്ങൾക്കും വേണ്ടി വളരെ പ്രഗത്ഭരായ അഭിഭാഷകരാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. സിദ്ദിഖിന് വേണ്ടി രാജ്യത്തിന്റെ മുൻ അറ്റോർണി ജനറലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന പ്രമുഖ അഭിഭാഷകനുമായ മുകുൾ റോത്തഗിയാണ് ഹാജരാകുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകയും അഡീഷണൽ സോളിസിറ്റർ ജനറലും സീനിയർ അഭിഭാഷകയുമായ ഐശ്വര്യ ഭട്ടി ഹാജരാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി പ്രമുഖ അഭിഭാഷക വൃന്ദ ഗ്രോവറും ഇന്ന് കോടതിയിൽ ഹാജരാകുന്നതായിരിക്കും. സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷക സംഘവും ഈ ഉദ്യോഗസ്ഥരും, അതായത് ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫുമായി ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ സുപ്രീം കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾക്ക് ഒരു അന്തിമ രൂപമാകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും സംസ്ഥാനം ഇന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത് ഈ മ്യൂസിയം, തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ ശക്തമായ തെളിവുകൾ ഇതിനോടൊപ്പം തന്നെ പ്രാരംഭ അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യം അനുവദിക്കരുത്. കാരണം കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമാണ്. ഈ സിദ്ദിഖിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അവർ മുമ്പിട്ടിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലെയും അതുപോലെ തന്നെ പോലീസിന് നൽകിയ മൊഴിയിലും തമ്മിൽ പൊരുത്തക്കേടില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. സിദ്ദിഖിനെതിരായ ഈ അന്വേഷണ പുരോഗതിയും സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും. പക്ഷേ സിദ്ദിഖിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം ഈ WCCയും AMMയും തമ്മിലുള്ള തർക്കമാണ്, അല്ലെങ്കിൽ ചേരിപ്പോരാണ് ഇപ്പോഴത്തെ ഈ കേസിന് പിന്നിലെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഹൈക്കോടതിയിലാകട്ടെ ഈ അതിജീവിതക്കെതിരായിട്ടുള്ള പരാമർശങ്ങളും ആരോപണങ്ങളിലും കേന്ദ്രീകരിച്ചായിരുന്നു വാദമെങ്കിൽ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ഈ ചലച്ചിത്ര മേഖലയിലെ രണ്ട് സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോരിലെ ഒരു ഇരയായി താൻ മാറി എന്നൊരു നിലപാടായിരിക്കും സിദ്ദിഖിന്റെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിജീവിതയ്ക്ക് വേണ്ടി വൃന്ദ ഗ്രോവറും ഹാജരാകുന്നുണ്ട്. അവരും ഈ മുൻകൂർ ജാമ്യത്തെ നൽകുന്നതിനെ ശക്തമായി എതിർക്കുവാനാണ് സാധ്യത. മറ്റ് 2 പേർ കൂടി തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. ഏതായാലും വളരെ വിശദമായ വാദം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ ഉണ്ടാകാനാണ് സാധ്യത. സിദ്ദിഖിന്റെ അഭിഭാഷകർ ഈ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും ഈ കേസിൽ നോട്ടീസ് അയക്കണമെന്നും ആവശ്യപ്പെടുമ്പോൾ ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന നിലപാടായിരിക്കും സംസ്ഥാന സർക്കാരും അതിജീവിതയും സുപ്രീം കോടതിയിൽ ഉന്നയിക്കുക.